ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദോസ് ഇൻ വണ്ടർലാൻഡ്. ഐസ് ഏജ് മൂവിയിലെ മൂന്നാം പാർട്ടിന് ശേഷം 2011 ഐസ് ഏജ് മൂവിയിലെ ഷോർട്ട് മൂവിയായി റിലീസ് ചെയ്ത മൂവിയാണ് ഐസ് ഏജ് എ മാമത്ത് ക്രിസ്മസ്. എന്നാൽ നമുക്ക് ആ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്താലോ? എന്റെ കൂടെ വരൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ സ്ക്യൂരൽ ഇപ്പോൾ നെട്ടിനുള്ള അന്വേഷണത്തിലാണ്. അപ്പോഴാണ് ഒരു നെട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടത്. അതൊരു ബീവറിന്റേതായിരുന്നു. നമ്മുടെ സ്ക്യൂരൽ അത് സ്വന്തമാക്കുന്നു. എന്നാൽ ആ ഒരു നെട്ട് മാത്രമല്ല കേട്ടോ, അവിടെ അലങ്കരിച്ചു വെച്ചിരുന്ന എല്ലാ നെട്ടും പുള്ളിക്കാരൻ അടിച്ചു മാറ്റി തന്റെ സ്വന്തമാക്കുകയാണ്. അങ്ങനെ ഒരു നെട്ട് ശേഖരം തന്നെ നമ്മുടെ സ്ക്യൂരലിന് ലഭിക്കുന്നു. അതെല്ലാം ഒരു മരത്തടി ചങ്ങാടത്തിൽ കെട്ടിക്കൊണ്ടുപോകുന്നു. എന്നാ ചങ്ങാടം പൊട്ടി നെട്ടെല്ലാം പുറത്തേക്ക് പോകുന്നു. ഐസ് ഏജ് മൂവിയിൽ നമ്മുടെ സ്ക്യൂരലിന് നെട്ട് ഉപയോഗിക്കാനുള്ള ഭാഗ്യമില്ലെന്നാ തോന്നുന്നത്. സ്ക്യൂരൽ ആ ചങ്ങാടത്തിൽ കുടുങ്ങി കിടക്കുന്നു. പിന്നീട് നമ്മുടെ മാനിയെ കാണിക്കുകയാണ്. മാനി ഒരു പാറ പോലെയുള്ള ഒരു ക്രിസ്മസ് റോക്ക് കൊണ്ടുവരികയാണ്. അത് കണ്ട് നമ്മുടെ എല്ലിയും സന്തോഷിക്കുന്നു. നമ്മുടെ പീച്ചസ് കുറച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ. ആള് ക്രഷിന്റെയും മെന്റിന്റെയും കൂടെ സ്നോബോൾ എറിഞ്ഞ് കളിക്കുകയാണ്. കളിയുടെ ആവേശത്തിൽ തന്റെ അച്ഛനെ അമ്മനെ തള്ളിയിടുന്നുണ്ട്. എന്നാൽ പീച്ച് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കളി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്മസ് റോക്ക് കാണുന്നത്. വലിയൊരു പാറയാണ് എന്ന് കരുതി അത് ഉരുട്ടി കളിക്കാൻ പോകുമ്പോൾ മാനി പീച്ചിനെ എടുത്ത് ആ പാറയുടെ മുകളിൽ നിർത്തി അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു ക്രിസ്മസ് റോക്കാണെന്നും തന്റെ കുടുംബാവകാശത്തിൽ പെട്ടതാണെന്നും ക്രിസ്മസിന് സമ്മാനങ്ങൾ നൽകാൻ സാന്റാക്ലോസിനെ ഇത് സഹായിക്കുന്നുവെന്നും പുള്ളിക്കാരൻ ഒരു പാട്ടിന്റെ രൂപത്തിൽ പീച്ചിന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് ആ ക്രിസ്മസ് റോക്ക് കാണാനായി നമ്മുടെ സിഡും ടിയാഗോയും വരുന്നുണ്ട്. ടിയാഗോ മഞ്ഞ് കൊണ്ട് ഒരു മാനിനെ ഉണ്ടാക്കി അതിന്റെ തല കടിച്ചിട്ട് എനിക്ക് സന്തോഷം ഇതാണെന്ന് പറയുന്നു. എന്നാ അത് കണ്ട് പീച്ച് പേടിക്കുന്നത് കാരണം ടിയാഗോ അത് പഴയതുപോലെ തന്നെ ശരിയാക്കി വെക്കുകയാണ്. ആഹാ, ഇതൊന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് സിഡ് ആ ക്രിസ്മസ് റോക്കിന്റെ അടുത്തേക്ക് പോയപ്പോ മാനി തൂക്കിയെടുത്ത് അവനെ മാറ്റി നിർത്തി. മാനിക്ക് പേടിയുണ്ട് കേട്ടോ, ഈ ക്രിസ്മസ് റോക്കിന് എന്തെങ്കിലും സംഭവിക്കുമോ. എന്നാ സിഡ്, ആഹാ അത്രക്കായി, എന്നാ ഞാനും ഉണ്ടാക്കും ഒരു ക്രിസ്മസ് അലങ്കാരം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രീയിൽ അവിടെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വെച്ച് ഒരു തട്ടിക്കൂട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എടുക്കുകയാണ്. അവനെ സഹായിക്കാൻ നമ്മുടെ ക്രഷും എൻഡിയും കൂടെയുണ്ട്. ഇനി ക്രിസ്മസ് ട്രീയുടെ മുകളിൽ ഒരു സ്റ്റാർ വെക്കണമല്ലോ. അങ്ങനെ സിഡ് ഒരു സ്റ്റാർ കൊടുന്ന് ക്രിസ്മസ് ട്രീയുടെ മുകളിൽ വെച്ചതും അത് പറന്നു പോയി നമ്മുടെ ക്രിസ്മസ് റോക്കിൽ ചെന്ന് വീഴുന്നു. ഒന്നും പറ്റിയിട്ടില്ല എന്ന് ആശ്വസിക്കുന്നതിനു മുൻപ് തന്നെ ആ ക്രിസ്മസ് റോക്ക് പൊട്ടിപ്പൊളിഞ്ഞ് കഷ്ണങ്ങളാകുന്നു. ഇതിൽ ദേഷ്യപ്പെട്ട മാനി, നിന്റെ പേരിപ്പോ സാന്റയുടെ വികൃതി പട്ടികയിൽ വന്നിട്ടുണ്ടാകും. നിനക്ക് സാന്റയുടെ കയ്യിൽ നിന്ന് എന്തായാലും ശിക്ഷ കിട്ടും. മാത്രമല്ല ക്രിസ്മസിന് നിനക്ക് സമ്മാനവും കിട്ടില്ല എന്നെല്ലാം മാനി പറയുമ്പോൾ നമ്മുടെ പീച്ചേഴ്സിന് ഇതെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് കേൾക്കുന്നത്. എല്ലി മാനിയോട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, കുട്ടികൾ കേൾക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സിഡ് അവിടെ കഴിഞ്ഞത് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞ് കരഞ്ഞ് അവസാനം അവന്റെ കണ്ണുനീർ വീണ് അവന്റെ കാലിൽ തന്നെ ഐസിൽ ഉറച്ച് അവൻ ആ ഐസിലൂടെ ഒലിച്ചു പോവുകയാണ്. ഇത് കണ്ട് നമ്മുടെ ക്രഷും എൻഡിയും ഒന്ന് ചിരിക്കുന്നു. നമ്മുടെ സ്ക്യൂരൽ അന്വേഷിച്ച് ഒരു നെട്ട് കണ്ടെത്തുകയാണ്. അതാണെങ്കിൽ ഒരു ഐസിൽ ഉറഞ്ഞിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഐസിൽ സ്ലിപ്പാകുന്നുണ്ട്. എന്നാലും നെട്ട് മുഖ്യം ബിഗിലേ. നെട്ട് കിട്ടിയ സന്തോഷത്തിൽ ആ ഐസിലൂടെ സ്കേറ്റ് ചെയ്ത് ഡാൻസ് ചെയ്യുകയാണ്. എന്ന ഡാൻസിനിടെ എപ്പോഴോ നെട്ട് മാറി ഒരു എട്ടുകാലിയെ എടുത്ത് അതിന്റെ കയ്യിൽ നിന്ന് നല്ല അടിയും വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അവിടെ നമ്മുടെ സിഡ് ഇപ്പോഴും വിഷമത്തിലാണ്. അവിടേക്ക് വന്ന പീച്ചസ്, നിന്റെ വിഷമം മാറ്റാൻ നമുക്ക് സാന്റയെ കാണാൻ പോയാലോ? അതിന് നമ്മൾ നോർത്ത് പൂളിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവരവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ സിഡ് അത് ഡേഞ്ചർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നോർത്ത് ലൈറ്റ്സ് പിന്തുടർന്ന് എൻഡിയും ക്രഷും പീച്ചും സിഡും കൂടി സാന്റയെ കാണാൻ പോകുന്നു. പോകുന്ന വഴിയിലെല്ലാം വളരെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ മുന്നോട്ട് പോകുന്തോറും മഞ്ഞുകൂടി പരസ്പരം കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഒരു അവസരത്തിൽ വെച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്നു. എന്നാലും ഒരുമിച്ച് ചേർന്ന് കൂട്ടത്തോടെ മുന്നോട്ട് പോകുന്നു. എന്നാൽ മുന്നോട്ട് പോയപ്പോൾ അവർ പെട്ടെന്ന് ഒരു കൊക്കയിലേക്ക് വീണു. എന്നാൽ അവരെ രക്ഷിച്ച് ആരോ മുകളിലേക്ക് കൊണ്ടുവന്നു. അതൊരു റൈൻബിയർ ആയിരുന്നു. അവൻ താൻ പ്രാൻസർ ആണെന്ന് പറയുന്നു. അവൻ പറക്കുന്നത് കണ്ട് 4 പേരും അതിശയിച്ച് നിൽക്കുകയാണ്. സിഡ് തങ്ങളെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കൊക്കയിൽ വീഴാൻ പോയി.
എന്നാൽ പീച്ച് കൃത്യസമയത്ത് തന്നെ സിഡിനെ പിടിച്ചു മാറ്റി. അവിടെ നമ്മുടെ മാനി പൊട്ടിപ്പോയ ക്രിസ്മസ് റോക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കി ഉരുട്ടിവിടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലി വന്ന് 4 പേരെയും കാണാനില്ലാത്ത വിവരം പറയുന്നു. ടിയാഗോ അപ്പോൾ അവർ സാന്റയെ കാണാൻ നോർത്ത് പോളിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് ആ സ്ഥലം ലക്ഷ്യമാക്കി പുറപ്പെടുന്നു. അവിടെ നമ്മുടെ പീച്ചേഴ്സിന്റെ ടീം അങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയ റെയിൻഡിയർ നിങ്ങളെ അവിടെ ഞാൻ കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരെയും തന്റെ മുകളിൽ കയറ്റി പറന്നു പോകുന്നു. അവിടെ മാനും എല്ലിയും ടിയാഗോയും പീച്ചേഴ്സിനെ വിളിച്ചു വരികയാണ്. എന്നാൽ മഞ്ഞു മൂടിയ സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് ഇനി എങ്ങനെ മുന്നോട്ടു പോകും എന്ന വഴി മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ആ മൂടൽ മഞ്ഞ് പോവുകയും നോർത്ത് ലൈറ്റ്സിന്റെ ലൈറ്റ് കണ്ട് അതിനെ പിന്തുടർന്ന് മുന്നോട്ടു പോകാം എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു. അവിടെ നമ്മുടെ പീച്ചേഴ്സിന്റെ ടീം ഷുഗർ കാൻഡീസ് അലങ്കരിച്ചു വെച്ച ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവർ ആ ഷുഗർ കാൻഡീസ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സാന്റോ റേജസ് എന്ന ഒരു കൂട്ടം പേർ വരുന്നത്. അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ സാന്റയെ കാണാൻ വരുന്ന സന്ദർശകരെ അകറ്റി നിർത്തുക എന്നതാണ്. അത് തന്നെ അവർ ഇവരോടും ചെയ്യുന്നു. അവർ തങ്ങൾക്ക് സാന്റയെ കാണണമെന്ന ആവശ്യം പറയുമ്പോൾ സാന്റോ റേജസ് അതിനെ എതിർക്കുന്നു. അപ്പോൾ നമ്മുടെ റെയിൻഡിയർ തന്റെ പവർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുകളിലേക്ക് ഉയർന്നതും അവന്റെ കൊമ്പുകൾ ഐസിൽ കുടുങ്ങുകയാണ്. നമ്മുടെ പീച്ചും ടീമും അവനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ഐസിൽ വിള്ളലുണ്ടായി ഒരു മഞ്ഞു വീഴ്ച തന്നെ ഉണ്ടാവുകയാണ്. അവിടെ താഴെ നമ്മുടെ മാനിയും എല്ലിയും ടിയാഗോയും എത്തിയിട്ടുണ്ടായിരുന്നു. അവരും ആ മഞ്ഞു വീഴ്ചയിൽ അകപ്പെടുന്നു. എന്നാൽ അവര് മാത്രമല്ലാട്ടോ, എല്ലാ ജോലിയും അവസാനിച്ച് ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കാൻ പോയ നമ്മുടെ സാന്റിയും ആ മഞ്ഞു വീഴ്ചയിൽ ഉൾപ്പെടുന്നു. എല്ലാവരും എത്തിച്ചേർന്നത് നോർത്ത് പൂളിലെ സാന്റയുടെ അടുത്തായിരുന്നു. സാന്റ തയ്യാറാക്കിയ ഗിഫ്റ്റും അവിടുത്തെ ഡെക്കറേഷനുമെല്ലാം ആകെ നാശമായി. ഇതിൽ ദേഷ്യപ്പെട്ട സാന്റ അവിടെ ഉള്ളവരെയും മാനിയെയും വികൃതി പട്ടികയിൽ ചേർക്കുന്നു. അപ്പോഴാണ് ഇവർക്ക് വികൃതി പട്ടിക എന്നത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പേര് മാറ്റണമല്ലോ. അങ്ങനെ അവരെല്ലാവരും ഒരു പാട്ടൊക്കെ പാടി വളരെ കൂളായി അവിടെയുള്ള ഡെക്കറേഷൻ എല്ലാം ശരിയാക്കി വെച്ച് പുതിയ ഗിഫ്റ്റുകളെല്ലാം ഉണ്ടാക്കുകയാണ്. നല്ലൊരു അടിപൊളി വൈബ് തന്നെയാട്ടോ ഇപ്പോ. അങ്ങനെ എല്ലാവരും എല്ലാം സെറ്റാക്കി പൊള്ളിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും സെറ്റായി സാന്റ ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കാൻ പോയപ്പോൾ അത്രയും വലിയ ഭാരം സാന്റയ്ക്ക് ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ റെയിൻഡിയർ വന്ന് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവനെ കൊണ്ടും അതിന് സാധിച്ചില്ല. അവൻ അവിടെ നിന്നും പോയി. എല്ലാവരും നിരാശയോടെ നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ മാനിൻ ടീമോ സാന്റയെ സഹായിക്കാൻ വണ്ടി വലിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സാന്റയുടെ വണ്ടി ഒരു അല്പം പോലും നീങ്ങിയില്ല. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ റെയിൻഡിയർ അത് അവന്റെ സുഹൃത്തുക്കളുമായി തിരിച്ചു വന്നിരിക്കുന്നു. അവനേക്കാളും ഒരുപാട് പവറുള്ള ശക്തിയുള്ള റെയിൻഡിയർ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് 7 പേർ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സാന്റയുടെ വണ്ടി മുകളിലേക്ക് ഉയർത്തി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ സാന്റ എങ്ങനെയാണ് ആകാശത്തിലൂടെ പറക്കുന്നതെന്ന്? അതിലെ രഹസ്യം ഇതായിരുന്നു ട്ടോ. ഇതിൽ ഏറ്റവും സന്തോഷമായ സാന്റ അവരുടെ പേര് വികൃതി പട്ടികയിൽ നിന്നും മാറ്റി. നമ്മുടെ സിഡ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ എല്ലാവർക്കും മേരി ക്രിസ്മസ് പറഞ്ഞ് സാന്റ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറന്നു. സാന്റയുടെ വണ്ടിയിൽ ഒരാളും കൂടി ഉണ്ട് ട്ടോ. നമ്മുടെ സ്ക്യൂരൽ തന്നെ നെറ്റിന് വേണ്ടി എത്തിയതായിരിക്കും. എന്നാൽ നമ്മുടെ സാന്റ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ വലിയൊരു നെറ്റ് ബോക്സിൽ ഒരു കുഞ്ഞു നെറ്റ്. സാന്റ തന്നതെല്ലാം ക്യൂട്ടായിട്ടുണ്ട് എന്ന് കരുതി അതിനെ ഉമ്മക്കാൻ പോയപ്പോൾ അത് പറന്നുപോയി. അങ്ങനെ റെയിൻഡിയറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടികൾ വാങ്ങി അങ്ങനെ നമ്മുടെ സാന്റയുടെ വണ്ടി പോവുകയാണ്, കൂടെ സ്ക്യൂരലും. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ ഷോർട്ട് മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ വീഡിയോ കാണുന്ന 100-ൽ 99 പേരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ, ലൈക്ക് ചെയ്യാതെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.